വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന അവയവ മാഫിയയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുകയാണ് സാക്ഷര കേരളം. തൃശ്ശൂരിലെ മാത്രം 30-ലേറെ പേരുടെ അവയവ മാഫിയ കൊള്ളയടിച്ചെന്ന വിവരമാണ് ഒരു ദേശീയ മാധ്യമം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ദാരിദ്ര്യവും കടക്കെണിയും മറ്റു ജീവിത കഷ്ടപ്പാടുകളും പേറുന്നവരെയാണ് ചില്ലറ പണം കൊടുത്ത് കബളിപ്പിച്ച് ആശുപത്രികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആവശ്യമുള്ള അവയവം മുറിച്ചെടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മാത്രം 30-ലേറെ പേരുടെ അവയവ മാഫിയ ഇരകളാക്കിയെന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് എത്ര പേർ ഇതിന് ഇരകളായിരിക്കും എന്നത് ഒരു ദുരൂഹതയും ആശങ്കയും ഉണ്ടാക്കുന്നു. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മൂലം താൻ വൃക്ക വിൽപ്പന നടത്തി എന്നാണ് തൃശൂർ മുല്ലശ്ശേരി സ്വദേശിയായ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്കാണ് താൻ വൃക്ക വിൽപ്പന നടത്തിയതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. വൃക്ക നൽകിയ മറ്റൊരു വീട്ടമ്മ ആവട്ടെ പണമായി ഒന്നും കയ്യിൽ വാങ്ങിയില്ല. ബന്ധുവായ കുട്ടിക്ക് വൃക്ക നൽകിയപ്പോൾ കുടുംബം അവരുടെ 10 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ തീർത്തു കൊടുക്കുകയാണ്. കേരളത്തിലും അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് സംഭവത്തിൽ ഇരയായ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മുല്ലശ്ശേരിയിൽ മാത്രം നിരവധി സ്ത്രീകളും പുരുഷന്മാരും അവയവ വിൽപ്പന നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ജൂൺ 27-ാം തീയതിയാണ് വീട്ടമ്മ അവയവദാനം നടത്തിയിരിക്കുന്നത്. കിഡ്നി വിശ്വൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആൾ വഴിയായിരുന്നു കച്ചവടം. അവയവ കച്ചവടത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന കിഡ്നി വിശ്വന്റെ യഥാർത്ഥ പേര് വിശ്വനാഥൻ എന്നാണെന്നും വീട്ടമ്മ പറഞ്ഞിട്ടുണ്ട്. വിശ്വനാഥനെ കൂടാതെ ബേബി മനോഹരൻ എന്നൊരു ഇടനിലക്കാരൻ കൂടി തൃശ്ശൂരിൽ സജീവമാണ്. ഇവർക്കെതിരെ ശക്തമായ വിവരങ്ങളില്ലെന്ന് പറഞ്ഞ് ഗുരുവായൂർ ACP അന്വേഷണം അവസാനിപ്പിച്ചു എന്ന ആരോപണവും ഇതോടൊപ്പം ഉയർന്നിട്ടുണ്ട്. മുല്ലശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവാണ് ഇക്കാര്യം ആരോപിക്കുന്നത്. ദാരിദ്ര്യം മുതലെടുത്താണ് പ്രദേശത്ത് അവയവ കച്ചവടം മാഫിയ പിടിമുറുക്കിയതെന്നും ബാബു ആരോപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിയമാനുസൃത അവയവ കൈമാറ്റത്തിന്റെ മറവിലാണ് കേരളത്തിൽ അവയവ വിൽപ്പന നടക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി പണമുള്ളവർക്ക് വേണ്ടി നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ പ്രലോഭിപ്പിച്ച് അവയവ കൈമാറ്റം നടത്തുകയാണ് ചെയ്തു വരുന്നത്. ബ്രോക്കർമാർ വഴി ഏർപ്പാടാക്കുന്ന ദാതാക്കൾക്കായി നിയമത്തിന്റെ നൂലാമാലകൾ തീർത്തു കൊടുക്കാൻ പ്രത്യേക ലോബി തന്നെ പ്രവർത്തിച്ചു വരുന്നു. ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് 90കളിൽ നടന്ന രാജ്യത്തെ ഞെട്ടിക്കുന്ന അവയവ കൊള്ളയെ പോലും കവച്ചു വച്ചേക്കുമെന്നാണ് ഇതോടെ കരുതേണ്ടത്. ഇതിനിടെ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന അവയവക്കടത്ത് കേസ് അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ കേരള പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവയവ മാഫിയയുമായി തനിക്കുള്ള ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്ന് കേസിലെ പ്രതിയായ തൃശൂർ സ്വദേശി സാബിത് നാസർ മൊഴി നൽകിയിട്ടുണ്ട്. സാബിത് നാസർ കൂട്ടിക്കൊണ്ടുപോയി ഇരയാക്കി വൃക്ക തട്ടിയെടുത്ത പാലക്കാട് സ്വദേശി ഷമീറിനായുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നു. ഷമീറിനെ കണ്ടെത്തി പരാതിയിൽ തുടർ നടപടികൾ എടുക്കാനാണ് ആലോചന. അവയവക്കടത്ത് നടത്തിയവരിൽ ഭൂരിഭാഗവും ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണെന്ന് സാബിത് നാസർ മൊഴി നൽകിയിട്ടുണ്ടെന്ന് കേരള പോലീസ് ആവർത്തിക്കുമ്പോഴാണ് കേരളത്തിൽ തന്നെ അവയവ മാഫിയ സജീവമാണെന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2019 മുതൽ പ്രതി സാബിത് നാസറും സംഘവും അവയവക്കടത്തിന് ഇറാനിലേക്ക് ആളെ എത്തിച്ചു വന്നിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി.